ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിറവം കൊച്ചുപള്ളിയിൽ അവിടെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുശേഷിപ്പ് വണങ്ങാൻ വിശ്വാസികൾക്ക് വളരെ അപൂർവമായ ഒരു അവസരത്തെക്കുറിച്ച് ഈ ദിവസം ചില ന്യൂസുകൾ കാണാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പഠനം നടത്തുകയും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മുൻപിൽ ഉണ്ടെങ്കിലും ഈ വിഷയം ഒരിക്കലും ഒരു ക്ലാസ് ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പലപ്പോഴും അതിൽ നിന്ന് പിന്മാറുകയാണ് സ്ഥിരമായിട്ട് സംഭവിക്കുക. കാരണം ദൈവത്തോടൊരു ആലോചന ചോദിക്കുമ്പോൾ പലപ്പോഴും അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ലഭിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് അല്ല എങ്കിൽ പോലും ഒരു മിതമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാനതൊരു വിഷയമാക്കി എടുക്കാറില്ലായിരുന്നു. ഈ ഒരു വിഷയവും എൻ്റെ കൈ കിട്ടിയിട്ടും ഇത്രയും ദിവസം പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും നല്ലൊരു തീരുമാനം ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്യമം നടത്തുന്നത്. പ്രിയമുള്ളവർ, ഈ വിഷയം വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുശേഷിപ്പ് വളരെ ചരിത്രപരമായിട്ടുള്ളൊരു വിഷയമാണ്. ഒത്തിരി കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിഷയ അവതരണമാണ് നടത്തുക എന്നുള്ളത് ഉദ്ദേശം. നമുക്കറിയാം, മിഖായേൽ മാലാഖ ആത്മീയ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ആത്മാവ്, ദൈവത്തിൻ്റെ ദൂതഗണങ്ങളിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാലാഖയാണ്. അപ്പോൾ മാലാഖമാർക്ക് അവർ അശരീരികൾ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നു, അവർ സേവക ആത്മാക്കളാണ് എന്നൊക്കെ നമുക്കറിയാം. എങ്കിലും സാധാരണ വിശുദ്ധർക്കുണ്ടാകുന്ന തിരുശേഷികളെ പോലെ അവർക്ക് അസ്ഥിയോ മാംസമോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ അവശേഷിപ്പിക്കുക. സാധാരണഗതിയിൽ എന്താണ് തിരുശേഷിപ്പ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, വിശുദ്ധരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുടെ, ഞാൻ അതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതല്ല, എന്നാൽ നമ്മളതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പം വിശുദ്ധരായി ഭൂമിയിൽ ജീവിച്ച ആരെങ്കിലും ഉപയോഗിച്ച വസ്തുക്കളോ അവരുടെ ശരീര അവയവങ്ങളോ അസ്ഥികളോ എല്ലുകളോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് അവർ ശേഷിപ്പിച്ചത്. അത് തിരുശേഷിപ്പ്. അവർ മരണപ്പെട്ട് കഴിയുമ്പം, അവർ ഈ ഭൂമിയിൽ നിന്നും വേർപെട്ട് കഴിയുമ്പം ഇവിടെ അവശേഷിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് പൊതുവെ തിരുശേഷിപ്പ് എന്ന് പറയാറുള്ളത്. അപ്പം എൻ്റെ ചിന്ത ആദ്യമായി പോയത്, അങ്ങനെ മാലാഖ ഇവിടെ എന്തെങ്കിലും അവശേഷിപ്പിച്ചോ? ഇനി രണ്ടാമതൊരു കാര്യം, മാലാഖയ്ക്ക് ശരീരമോ അസ്ഥികളോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമുക്ക് വിസിബിളായിട്ടുള്ള, കാരണം വിസിബിൾ വേൾഡും ഇൻവിസിബിൾ വേൾഡിനെ കുറിച്ചും ഹെബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇൻവിസിബിൾ വേൾഡിൽ നമുക്ക് വിസിബിൾ അല്ലാത്ത, എന്നാൽ ദൈവം ആഗ്രഹിച്ചാൽ നമുക്ക് വിസിബിൾ ആകുന്ന ഈ മാലാഖയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗമോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചിട്ട് അവർ പോകുമോ? ഇങ്ങനെ മറ്റൊരു ചിന്തയും എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. അപ്പോൾ ഈ ചിന്തകളെല്ലാം കടന്നു വന്നു കഴിഞ്ഞപ്പം എന്താണ് ഈ തിരുശേഷിപ്പ് എന്നൊന്ന് പരിശോധിക്കാനായിട്ട് ഞാൻ ഇടയായി കഴിഞ്ഞപ്പം അവിടെ എനിക്ക് കടന്നു വന്ന മറ്റൊരു ചിന്തയാണ്, അല്ല, മാലാഖ മരണപ്പെട്ടു. കാരണം മരിച്ച ഈ ഭൂമിയിൽ നിന്നും വേർപെട്ടവരാണ് തിരുശേഷിപ്പുകൾ എന്തെങ്കിലും ഇവിടെ അവശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ദൂതനായ മാലാഖ, മിഖായേൽ മാലാഖ, അദ്ദേഹം മരണപ്പെട്ടോ എന്നൊരു ചിന്തയും എനിക്ക് കടന്നു വന്നു. കാരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഇവിടെ എന്തെങ്കിലും ഒരു തിരുശേഷിപ്പ് അവസാനിപ്പിക്കുന്നുള്ളൂ. എന്നാൽ ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നുമല്ല. മിഖായേൽ മാലാഖ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഗാർഗാനോ ഗുഹയിലെ ചില പാറക്കഷ്ണങ്ങൾ, ചില കല്ലുകളാണ് ഈ തിരുശേഷിപ്പ് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് ഇവിടെ വണങ്ങുന്നത് ഒരിക്കലും മാലാഖയല്ല, അല്ലെങ്കിൽ മാലാഖയുടെ ഏതെങ്കിലും അവശേഷിപ്പിച്ച ഏതെങ്കിലും ഒരു വസ്തുവിനെയല്ല, പകരം മാലാഖ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഗാർഗാനോ ഗുഹയിലെ അവിടെയുള്ള ചില പാറക്കഷ്ണങ്ങൾ, ചില കല്ലുകൾ, വെളുത്ത കല്ലുകളാണ് ഇവിടെ തിരുശേഷിപ്പായിട്ട് വണങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് സ്വർഗീയ ബസിലിക്ക എന്നറിയപ്പെടുന്ന, പ്രത്യേകിച്ച് ഇറ്റലിയിലെ മൗണ്ട് ഗാർഗാനോ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇത് വളരെ പ്രത്യേക ഒരു സ്ഥലമായിട്ടാണ് സഭ ഇതിനെ കാണുന്നത്. മാലാഖ തന്നെ നേരിട്ട് ആശീർവദിച്ച ലോകത്തെ ഏക ദേവാലയം എന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇവിടെ കല്ലുകൾ, അതായത് മാലാഖ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ ആ ഗുഹയിലെ കല്ലുകളാണ് പ്രധാനമായിട്ടും ഇവിടെ വണങ്ങിപ്പോരുന്നത്. ഇറ്റലിയിലാണ് ഈ പറഞ്ഞ സ്ഥലം, മൗണ്ട് ഗാർഗാനോ. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അതിലെ കല്ലുകളാണ് ഇവിടെ പ്രത്യേകമായും വണങ്ങുന്നത്. എന്താണ് ഈ കല്ലുകളെ വണങ്ങാനുണ്ടായ കാര്യം, സാഹചര്യം, ചരിത്രം, ഇതൊക്കെയാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. AD 490 ഒരു കാളയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. AD 490 ആദ്യമായിട്ട് ഈ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം AD 492 സിപ്പോണ്ടോ യുദ്ധത്തിൽ അത്ഭുതകരമായൊരു വിജയം സംഭവിക്കുന്നു. അതിനുശേഷമാണ് പ്രത്യേകിച്ച് ഇത് വളരെ ചരിത്രപ്രധാനമായ സംഭവമാണെന്ന് പറയപ്പെടുന്നത്. AD 493 ഈ പറയുന്ന മാലാഖ തന്നെ പ്രത്യേകമായി ഇതിനെ ആശീർവാദ കർമ്മം നടത്തി എന്നുള്ള ഒരു പ്രത്യക്ഷതയും അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലും ഉണ്ടായി.
എന്നാൽ ഈ 5-ാം നൂറ്റാണ്ടിൽ, അതായത് AD 490 തുടങ്ങി 93 വരെയുള്ള 3 വർഷ കാലഘട്ടത്തെ ഈ 3 പ്രത്യക്ഷീകരണങ്ങൾ, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതിനുശേഷം പിന്നെ ഒരു സൈലന്റ് ഇയർ ആണ് നമ്മൾ കാണുന്നത്. പിന്നീട് AD 1656 പ്ലേഗ് മഹാമാരിയിൽ നിന്നുള്ള രോഗമുക്തിയാണ് ഇതിന് വളരെ ചരിത്ര പ്രാധാന്യം കൊടുക്കുകയും ഈ മാലാഖയെ വണങ്ങുകയും, അല്ലെങ്കിൽ ഈ മാലാഖയുടെ കല്ലുകളെ വണങ്ങുകയും വളരെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ ചരിത്രപ്രധാനമായ കാര്യമാണ് ഇത് എന്ന് പറയപ്പെടുന്ന കാര്യത്തിലേക്ക് കടന്നു വന്നത് 17-ാം നൂറ്റാണ്ടിൽ, അതായത് 1656 പ്ലേഗിൽ നിന്നും രക്ഷപ്പെടാൻ ഈ കല്ലുകൾ സഹായകമായി എന്ന തരത്തിൽ ചില കഥകൾ, ഐതിഹ്യങ്ങൾ, അതൊക്കെയാണ് പിന്നീട് ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ ഒരു മാലാഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പം ആത്മീയ സംരക്ഷണം നൽകുന്നവരാണ് മാലാഖമാർ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതായത് തിന്മയ്ക്കെതിരെ നിൽക്കുന്ന സ്വർഗീയ സൈന്യത്തിൻ്റെ നായകനാണ് മിഖായേൽ ദൂതൻ എന്ന് പൊതുവെ കരുതി പോരുന്നു, ചിന്തിച്ചു പോരുന്നു. അതുപോലെ ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായൊരു പരിച, FSA ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ ഒരു പരിച ധരിക്കണം എന്നുള്ളതൊക്കെ പറയുമ്പം ആ പരിച ഈ മിഖായേൽ മാലാഖയാണ് എന്ന് പൊതുവെ കരുതി പോരുന്നു. ഭവനങ്ങളിൽ കാവലായി സൂക്ഷിച്ചിരുന്ന ഈ വിശുദ്ധ കല്ലുകൾ, അല്ലെങ്കിൽ ഒരു കാലത്ത് ഈ കല്ലുകളുടെ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ചില ഭവനങ്ങളിൽ അല്ലെങ്കിൽ ഭൂതോച്ചാടനങ്ങളിലൊക്കെ ഈ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പൊതുവെ കരുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ സെയിൻറ്റ് മൈക്കിളിൻ്റെ ഈ ഒരു സെയിൻറ്റ് മൈക്കിൾ ലെയ്ൻ എന്ന് പറയപ്പെടുന്ന, അതായത് അയർലൻഡ് മുതൽ ഇസ്രായേൽ വരെ ഒരു നേർരേഖയിലുള്ള 7 മാലാഖമാരുടെ പുണ്യകേന്ദ്രങ്ങളെക്കുറിച്ച്, പ്രധാനമായി പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അയർലൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് ഇസ്രായേൽ വരെ ഒരൊറ്റ നേർരേഖയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 7 പുണ്യകേന്ദ്രങ്ങളെക്കുറിച്ച്, 7 പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പൊതുവെ ഭൂപടത്തിൽ പറയപ്പെടുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു ലയൻ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായി അപ്പുറത്ത് ഇസ്രായേലിൽ ചെന്ന് പതിക്കുന്ന ഒരു നേർരേഖയിൽ ഈ പറയുന്ന മാലാഖയുടെ സംരക്ഷണം ഉണ്ടെന്നൊക്കെ കരുതപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതിനാദ്യമായിട്ട് മൗണ്ട് സെൻറ്റ് മിഷേലാണ് ആദ്യമായിട്ട് നമ്മൾ ഫ്രാൻസിൽ കാണുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് സക്രാദിസാൻ മിഷേൽ എന്ന് പറയപ്പെടുന്ന ഇറ്റലിയിലെ ഒരു മലയിലുള്ള ഒരു ചർച്ചിനെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ മൗണ്ട് ഗാർഗാനോ ഫ്രോജിയ, ഇറ്റലിയിലുള്ള ഈ പ്രധാനപ്പെട്ട ചർച്ചിനെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു 7 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ വിശുദ്ധ മിഖായേലുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സെക്കൻഡ് ക്ലാസ് റിലീഗ്സ് ഉണ്ട്. അതായത് തിരുശേഷിപ്പുകളുടെ തന്നെ ഫസ്റ്റ് ക്ലാസ്സാണ് ഈ പറയുന്ന 7 ദേവാലയങ്ങളിൽ ഇരിക്കുന്നത്. ഈ പറയുന്ന 7 പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ, നേർരേഖയിൽ ഇരിക്കുന്ന ദേവാലയങ്ങളിൽ ഇരിക്കുന്ന ഈ കല്ലുകൾ, അത് ഫസ്റ്റ് ക്ലാസ് കല്ലുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ സെക്കൻഡ് ക്ലാസ് കല്ലുകളുണ്ട്. ഈ സെക്കൻഡ് ക്ലാസ് കല്ലുകളാണ് പലപ്പോഴും ഭൂതോച്ചാടനത്തിന് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ചില ഭവനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഉണ്ട് എന്ന് കരുതപ്പെടുന്നതൊക്കെ സെക്കൻഡ് ക്ലാസ്. ഒരു പക്ഷേ ഈ കല്ലുകളിൽ നിന്നും പൊടിഞ്ഞു വന്ന പൊടികളോ മറ്റോ എന്തെങ്കിലുമൊക്കെ ആകാം ഈ സെക്കൻഡ് ക്ലാസ് കല്ലുകളെന്നാണ് പൊതുവേ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അടയാളങ്ങൾ. ഇത് ഫസ്റ്റ് ക്ലാസ് അല്ല, ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പം ഫസ്റ്റ് ക്ലാസ് കല്ലിനെ വണങ്ങുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം സെക്കൻഡ് ക്ലാസ് കല്ലിനെ വണങ്ങിയാൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. പൊതുവെ പറയപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി പിറവം കൊച്ചുപള്ളിയിൽ ഈ പറയുന്ന വത്തിക്കാനിൽ നിന്നും ഔദ്യോഗികമായ സാക്ഷ്യപത്രത്തോടെ എത്തിച്ചേർന്നത് അത് ഫസ്റ്റ് ക്ലാസ് കല്ലാണ്. ആ കല്ലാണ് വണക്കത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വളരെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ആ കല്ലുകളെ വണങ്ങി അനുഗ്രഹം പ്രാപിക്കുവാൻ വളരെ അപൂർവമായ ഒരു നിമിഷമായിട്ടാണ് പൊതുവെ വിശ്വാസികൾ ഇതിനെ കാണുന്നത്. ഇത് ഈ കാലഘട്ടങ്ങളിൽ, അതായത് ജൂലൈ 25-ാം തീയതി മുതൽ അവിടെ ഉണ്ടായിരുന്നു. എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് കേരളത്തിലെ പല പള്ളികളിലും, പ്രത്യേകിച്ച് മാലാഖയുടെ പള്ളികളിലൊക്കെ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന പല സ്ഥലത്തു നിന്ന് അതിൻ്റെ പരസ്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഒരു അപൂർവമായൊരു നിമിഷമായിട്ട് നമ്മൾ കരുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് പോകുമ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവവചനം എന്തു പറയുന്നു, ബൈബിൾ എന്തു പറയുന്നു, നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്, സഭ ഇതിനെക്കുറിച്ച് പറയുന്നത്, പഠിപ്പിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മൾ കണ്ടത്. ഇനി ദൈവവചനം, അപ്പസ്തോലിക പാരമ്പര്യം, സഭാപിതാക്കന്മാർ, ഇവരൊക്കെ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുകൂടെ പരിശോധിക്കുകയാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് അതിലേക്ക് കൂടെ കടന്നു പോകാം. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ സഭ പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് 490-ൽ AD 490-ൽ ആദ്യമായി ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് പൊതുവായി പറയപ്പെടുന്നത് ഒരു കാളയുടെ സംഭവമാണ്. അതായത് ഗാർഗാനോ എന്ന ധനികനായ പ്രഭുവിൻ്റെ കൂട്ടത്തിൽ നിന്നും ഒരു കാള വഴിതെറ്റി ഈ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേരുകയും ഈ ദേഷ്യം വന്ന പ്രഭു, ഗാർഗാനോ പ്രഭു, അതിന് നേരെ വിഷമെയ്ത അമ്പ് അതിന് നേരെ തിരിച്ചുവിടുകയും
എന്നാൽ അത്ഭുതകരമായി ആ അമ്പ് തിരിച്ചു വന്ന് പ്രഭുവിൻ്റെ കാലിൽ തന്നെ തറയ്ക്കുന്നു. ഇതൊരു അത്ഭുതകരമായൊരു സംഭവമാണ്. അതായത് തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാള വഴിതെറ്റി പോകുന്നു. അതിൽ ദേഷ്യം വന്ന പ്രഭു ഒരു അമ്പ്, വിഷമെയ്ത അമ്പ് എടുത്ത് എറിയുന്നു. എന്നാൽ ആ അമ്പ് അവിടെ നിന്ന് അങ്ങനെ തന്നെ തിരിച്ചു വന്ന് ഈ പ്രഭുവിൻ്റെ കാലിൽ പതിക്കുന്നു. ഈ അത്ഭുതത്തിൽ ഭയന്ന നാട്ടുകാർ ആ പ്രദേശത്തെ ബിഷപ്പായ വിശുദ്ധ ലൊറൻസോയോട്, അതായത് വിശുദ്ധ ലൊറൻസോ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു ബിഷപ്പിനോട് ഈ വിവരം അറിയിക്കുകയും ബിഷപ്പ് 3 ദിവസം പ്രാർത്ഥനയും ഉപവാസം പ്രഖ്യാപിച്ചു. 3-ാം ദിവസം മിഖായേൽ മാലാഖ ബിഷപ്പിന് പ്രത്യക്ഷപ്പെട്ട് ആ ഗുഹ താൻ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ സ്ഥലമാണെന്ന് അറിയിച്ചു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ ഗുഹ താൻ തെരഞ്ഞെടുത്ത വിശുദ്ധ സ്ഥലമാണെന്ന് പറയുകയും അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഈ പറയുന്ന ബിഷപ്പ് ലൊറൻസോയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് 490 നടന്ന സംഭവം. ഇതിന് 492 നടന്ന സംഭവത്തെക്കുറിച്ചും 93 നടന്ന സംഭവത്തെക്കുറിച്ചും പറയുന്നത് ഇത് ഒരു വിശുദ്ധ സ്ഥലമായി പ്രഖ്യാപിക്കുകയും ഒരു ദേവാലയം പണിയാൻ ഈ ഗുഹ തിരഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഈ ബിഷപ്പായിരുന്ന ലൊറൻസോ ചെല്ലുകയും, എന്നാൽ മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഇത് താൻ വിശുദ്ധീകരിച്ച, താൻ ഇതിനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്, ഇത് തൻ്റെ അഭിഷേക സ്ഥലമാണ്, നിങ്ങൾ ആരും ഇത് അഭിഷേകം ചെയ്യേണ്ട എന്ന് പറയുകയും അങ്ങനെ മാലാഖ നേരിട്ട് ആശീർവദിച്ച് അഭിഷേകം ചെയ്തൊരു ഗുഹയായി തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമായി തിരഞ്ഞെടുത്തതാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇങ്ങനെയാണ് ഈ 3 സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വെളിപാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വാക്യങ്ങൾ നമ്മൾ കാണുമ്പം, അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പം അവൻ്റെ ദൂതന്മാരും എതിർത്ത് നിന്ന് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതെയായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, സ്വർഗത്തിലിടമുണ്ടായിരുന്ന, സ്വർഗത്തിൽ വാസസ്ഥലമായിരുന്ന ദൂതന്മാരുടെ ഒരു ഗണത്തെ മിഖായേലും മറ്റു ദൂതന്മാരും കൂടെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി സ്വർഗത്തിൽ നിന്നും വലിച്ചെറിഞ്ഞു. എവിടേക്ക് വലിച്ചെറിഞ്ഞു എന്ന് നോക്കിയാൽ അത് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഈ പുരാതന സർപ്പം ഏത് വേഷവും ധരിക്കാൻ കഴിയുന്ന, ഏത് രൂപവും ധരിക്കാൻ കഴിയുന്ന ഈ പ്രധാനപ്പെട്ട സർപ്പം എവിടേക്ക് വലിച്ചെറിയപ്പെട്ടു? അതായത് സർപ്പത്തിൻ്റെ രൂപത്തിൽ ഹവ്വയുടെ അടുത്ത് വന്ന് വഞ്ചിച്ച ആ വഞ്ചകനായ, മനുഷ്യനെ വഞ്ചിക്കുന്ന ഈ സർപ്പമാകുന്ന ഈ സാത്താൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നാണ് വെളിപാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 7 മുതൽ വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്വർഗത്തിൽ അവന് വാസസ്ഥലം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ അവിടുന്ന് വലിച്ചെറിയപ്പെട്ടു. ഭൂമിയിൽ ഒരു വാസസ്ഥലമായി, അല്ലെങ്കിൽ ഭൂമിയാണ് അവൻ്റെ വാസസ്ഥലമായി പിന്നീട് നമ്മൾ കാണുന്നത്. അവൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ ഒരു മാലാഖ ഈ പറയുന്ന വിശുദ്ധനായ ലൊറൻസോ എന്ന് പറയുന്ന ബിഷപ്പിൻ്റെ മുമ്പിൽ വന്ന്, ഞാൻ ഈ സ്ഥലം പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ഇത് വിശുദ്ധ സ്ഥലമാണ് എന്ന് പറയുമ്പം ആ മാലാഖ ഏത് മാലാഖയാണ്? സ്വർഗത്തിൽ നിന്നും തൻ്റെ സ്ഥലം നഷ്ടപ്പെട്ട മാലാഖയാണോ, ദൂതനാണോ, അതെയോ മിഖായേൽ ദൂതനാണോ എന്ന് നമ്മൾ വിവേകപൂർവ്വം പരിശോധിക്കണം. കാരണം സ്വർഗത്തിൽ വാസസ്ഥലമുള്ള മിഖായേൽ ദൂതൻ, ദൈവത്തിൻ്റെ ദൂതന്മാർ, തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാർ ആരും ഈ ഭൂമിയിൽ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സാമാന്യമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഈ ഭൂമിയിലെ ഒരു വാസസ്ഥലം തനിക്ക് വേണമെന്ന് ഒരിക്കലും ഒരു മാലാഖയും പ്രത്യേകിച്ച് മിഖായേൽ മാലാഖ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. കാരണം സ്വർഗത്തിൽ കയറാൻ അവസരമുണ്ടായിരുന്ന, സ്വർഗത്തിൽ വാസസ്ഥലമായിരുന്ന ആദിമ സർപ്പത്തെ, പുരാതന സർപ്പത്തെ, വഞ്ചകനായ സർപ്പത്തെ യുദ്ധം ചെയ്ത് പരാജിതമാക്കി അവനെ അവിടുന്ന് ആട്ടിപ്പായിച്ചുവെന്ന്, സ്വർഗത്തിൽ അവന് ഇടമില്ലാതെയായെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുമ്പം, ദൈവം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. സ്വർഗത്തിൽ ഇടമില്ലാത്ത ഒരു ദൂതന് മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീണുപോയ മാലാഖയ്ക്ക്, സ്വർഗത്തിൽ ഇടമില്ലാത്ത മാലാഖയ്ക്ക് മാത്രമാണ് ഭൂമിയിൽ ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടി വരിക. കാരണം സ്വർഗത്തിൽ അവന് ഇടമില്ലാതെയായി, സ്വർഗത്തിൽ അവന് കയറാൻ പറ്റാതെയായി, സ്വർഗത്തിന് അവൻ്റെ വാസസ്ഥലം അല്ലാതെയായി മാറിക്കഴിഞ്ഞാലാണ് ഭൂമിയിൽ ഒരു വാസസ്ഥലം തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഇറ്റലിയിലുള്ള ഈ പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ ഒരു ധനികനായ ഗാർഗാനോ പ്രഭുവിൻ്റെ ഈ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന, അതും ദുഷ്ടനായ ഗാർഗാനോ പ്രഭുവിൻ്റെ ഈ പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ദൂതൻ, അത് ഏത് ദൂതനാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. സ്വർഗത്തിൽ ഇടമില്ലാതെയായ, അവിടുന്ന് ആട്ടിപ്പായിക്കപ്പെട്ട,
അവിടുന്ന് പുറത്താക്കപ്പെട്ട ദൂതനാണോ, സർപ്പമാണോ, വേഷം മാറാൻ കഴിവുള്ളവനാണോ, ഏത് ദൂതന്റെയും വേഷം കെട്ടാൻ, സർപ്പത്തിന്റെ ദൂതൻ വേഷം കെട്ടാൻ സർപ്പമായ ആ ദൂതനാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം മിഖായേൽ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് നമുക്കറിയാം. കാരണം മിഖായേലാണ് ആരെ ആട്ടി പുറത്താക്കുന്നത്? ഈ പറയുന്ന പുരാതന സർപ്പത്തെ ആട്ടി പുറത്താക്കുന്നത്. അപ്പോൾ അത് ഏത് ദൂതനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അപ്പോസ്തലനായ പൗലോസ് വീണ്ടും 2 കൊരിന്തി അതിൻ്റെ 11 അധ്യായം 14 അത്ഭുതപ്പെടേണ്ട, പിശാചു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ അത്ഭുതപ്പെടണ്ട. ഇതിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നണ്ട. ഈ ഭൂമിയിൽ ഗാർഗാനോയിലുള്ള ഏതെങ്കിലും ഒരു ഗുഹയിൽ പ്രഭാപൂർണനായ ഒരു ദൂതന്റെ വേഷം ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം പിശാചിന് ദൈവം അത് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിവ് അവനുണ്ട്, അവനത് ചെയ്യുകയും ചെയ്യും. ഹവ്വയുടെ മുൻപിൽ സർപ്പമായി വന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന വിശുദ്ധ ലോറൻസോയുടെ മുൻപിൽ, ബിഷപ്പിന്റെ മുൻപിൽ പ്രധാന ദൂതനായ മിഖായേലിന്റെ വേഷം കെട്ടിയും വരാം. അത് അത്ഭുതമൊന്നുമല്ല, അത് സ്വാഭാവികമായൊരു കാര്യമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11 അധ്യായം അതിൻ്റെ 14 നമ്മളോട് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഈ കല്ലിനെ വണങ്ങണമോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനമായും ചിന്തിക്കേണ്ടത്. കാരണം നമുക്കറിയാം, ഈ പറയുന്ന നമ്മുടെ മക്കയിൽ ഒരു കല്ലുണ്ട്. അത് വെളുത്ത കല്ലായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് വീടെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ കറുത്ത കല്ലാണ്. ജനങ്ങളുടെ ആരാധന മൂലം പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സമൂഹം മുഴുവൻ അവിടെയുള്ള ആ കല്ലിനെ ആരാധിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. ആ കല്ലിൻ്റെ മുൻപിൽ വരുമ്പോൾ പൂർണ്ണ നഗ്നനായിരിക്കണം, അടിവസ്ത്രങ്ങളൊന്നും ധരിക്കരുത്, ഒരു മേൽമുണ്ട് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. അങ്ങനെ ഒരു നിയമം വെക്കുന്ന കല്ല് ഏതാണ്, അല്ലെങ്കിൽ ആ കല്ലിൽ വസിക്കുന്ന ആത്മാവ് ഏതാണ്, അതിൻ്റെ ദൂതൻ ഏതാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. മിക്ക ആളുകൾക്കും അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയായി തുടങ്ങി. സമാധാനം സമാധാനം എന്ന് സ്വയം പറയുകയും എന്നാൽ യാതൊരുവിധ സമാധാനവും ഈ ഭൂമിയിൽ വിതയ്ക്കാതിരിക്കുന്ന ദൂതൻ ഏതാണെന്നും ആ ദൂതൻ പ്രവർത്തിക്കുന്ന മതവും വിശ്വാസവും ഏതാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് പരിചിതമായൊരു കാര്യം. ഇനി അങ്ങനെ ആ കല്ലിനെ ജനങ്ങൾ മുഴുവൻ ആരാധിച്ചു തുടങ്ങിയപ്പോൾ അത് കറുത്തതായി മാറി. അത് വലിയ അത്ഭുതമായിട്ട് കാണപ്പെടുന്നു. വലിയൊരു കല്ലാണ്. അത് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഇനി എന്ത് തന്നെയാകട്ടെ, ഇതിനെ അവജ്ഞയോടെ കാണുകയും ഇതിനെ വളരെ വിചിത്രമായി കരുതുകയും ചെയ്യുന്ന സഭാപിതാക്കന്മാരാണ് നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നത് മിക്കവരും. എന്നാൽ അതിനെയൊക്കെ അനുകൂലമായി കണ്ടു തുടങ്ങുമ്പം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമുക്കിതിനെ ഈ ഗാർഗാനയിലുള്ള ഈ പറയുന്ന കല്ലിനെയും നമുക്ക് വണങ്ങണം. അങ്ങനെ ഈ കല്ലിനെ വണങ്ങുമ്പോൾ ഇതിനെ ആരും കളിയാക്കരുതില്ലെങ്കിൽ, ഇതിനെ ആരും എക്സ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ, ഇതിനെ ദൈവത്തിൻ്റെ ദൂതനായ മിഖായേലിൻ്റെ കല്ലായി നമ്മൾ വണങ്ങണമെങ്കിൽ മറ്റൊന്നിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിനോടും അനുകൂലമായ നിലപാട് വയ്ക്കണം. അതിനെയും പോയി ചുംബിക്കണം, ഇതിനെയും പോയി ചുംബിക്കണം എന്ന് പറയുന്നത് ഏത് ദൂതനായിരിക്കും? വീണ് പോയ ദൂതനല്ലാതെ മറ്റേത് ദൂതനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് സ്വയം ചിന്തിക്കാൻ, സ്വയം മനസ്സിലാക്കാൻ ദൈവജനത്തിനിടയാകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു. അതായത് നമ്മൾ വിവേകമുള്ളവരാണ്, സാത്താൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാവുന്നവരാണ്, അവൻ പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രമായി വേഷം കെട്ടാൻ കഴിവുള്ളവനാണെന്ന് ഒരു മുന്നറിയിപ്പും ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ആരാണ് ഈ പറയുന്ന ഗാർഗാനോ എന്ന് പറയുന്ന ഈ പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും ഞാൻ ദൈവത്തിൻ്റെ ദൂതനായ മിഖായേലാണെന്ന് പറയുകയും ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നു, ഞാൻ ഈ സ്ഥലം വിശുദ്ധമാക്കുന്നു, ഞാനിതിനെ അഭിഷേകം ചെയ്യുന്നു, ഞാനിതിനെ ആശീർവദിക്കുന്നു, ഇവിടെയുള്ള കല്ലുകൾ നിങ്ങൾ വണങ്ങൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവത്തിൻ്റെ ദൂതനായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ദൂതനായിരിക്കത്തില്ല. കാരണം സ്വർഗത്തിലിരിക്കുന്ന ദൂതൻ വന്ന് ഒരിക്കലും ഇത് പറയത്തില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ തന്നെയോ ഞങ്ങൾ പഠിപ്പിച്ചതിൽ നിന്നും വിപരീതമായി. അപ്പസ്തോലനായ പൗലോസോ ദൈവദൂതന്മാർ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠരായ അപ്പസ്തോലന്മാരോ പഠിപ്പിച്ചതൊന്നും വിരുദ്ധമായി ആര് പറഞ്ഞാലും അതിനെ വണങ്ങരുത്, അതിനെ അറിയരുത്, അതിൻ്റെ പിന്നാലെ പോകരുത് എന്നൊരു പ്രബോധനം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ പ്രത്യക്ഷതയും ഈ സംഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ആരാണ് എന്നുള്ളത് എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. AD 490 ഒരു കാളയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന സംഭവം, അതിനുശേഷമുള്ള പ്രത്യക്ഷത, 492 ഒരു യുദ്ധം വിജയിച്ചു എന്ന് പറയുന്നത് ഈ യുദ്ധം വിജയിപ്പിക്കലല്ലോ സ്വാഭാവികമായും ഈ പറയുന്ന മാലാഖമാരുടെയൊക്കെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുക. AD 493 അത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഗുഹ തൻ്റെ വാസസ്ഥലമായി പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുക്കുകയും ആ ഗുഹ സ്വയമായി ആശീർവദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവത്തിൻ്റെ ദൂതനല്ലെന്നും അത്
പറയുന്ന ബിഷപ്പായിരുന്ന വിശുദ്ധ ലോറൻസോക്കി അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാകാനാണ് സാധ്യത എന്നുള്ളതും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊരിന്ത്യർ ലേഖനത്തിലൂടെയും അതുപോലെ വെളിപാട് പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവവചനം നമ്മളോട് എന്ത് പറയുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി. ഇനി സഭാപിതാക്കന്മാർ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുൻപിൽ പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഒരു കല്ലിനെ വണങ്ങേണ്ടി വരുന്നൊരവസ്ഥ, മാലാഖയ്ക്കൊരു തിരിശേഷിപ്പില്ല, മാലാഖ മരിച്ചിട്ടില്ല, മാലാഖ തൻ്റെ ശരീരമില്ലാത്ത മാലാഖ തൻ്റെ ശരീരത്തിൽ നിന്ന് യാതൊന്നും ഇവിടെ അവശേഷിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു മാലാഖ അല്ല ഇവിടെ വന്നത് എന്നുള്ളതും അതിൻ്റെ ചരിത്ര സംഭവം എല്ലാം നമുക്ക് തിരിച്ചറിയാം. അങ്ങനെയെങ്കിൽ ഈ കല്ലിനെ ആരാധിക്കുന്ന, കല്ലിനെ വണങ്ങുന്ന, കല്ലിനെ ബഹുമാനിക്കുന്ന തരത്തിലേക്ക്, അത്രത്തോളം അബദ്ധത്തിലേക്ക് ഒരു ക്രിസ്തീയ വിശ്വാസിയെ കൊണ്ടുപോകാൻ ഈ പറയുന്ന പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ദൂതന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൂതനിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതെന്നും ആ ദൂതൻ ഏത് ആത്മാവെന്നും തിരിച്ചറിയുവാൻ നമുക്കൊരു കൃപയുണ്ടാകണം. ആ തിരിച്ചറിവാകട്ടെ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇവിടെയുള്ള പുതിയ ഇനിയും കല്ലുകളും മറ്റ് പലതും വണങ്ങലും മറ്റ് പല ആരാധനയുടെ രീതികളും നമ്മുടെ മുമ്പിൽ വരും. ഇതിനെയെല്ലാം വിവേകത്തോടു കൂടി കാണുവാൻ, ഏക സത്യദൈവമായി ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, ക്രിസ്റ്റോസെൻട്രിക്കായി മുന്നോട്ട് പോകുവാൻ, സത്യദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കത്തില്ല എന്ന ബോധ്യവും, മറ്റൊന്നിൻ്റെയും മുൻപിൽ മുട്ടുമടക്കത്തില്ല, ഒന്നിൻ്റെയും മുൻപിൽ തല വണങ്ങത്തില്ല എന്ന് ശക്തമായി ഒരു തീരുമാനമെടുക്കുവാൻ പ്രിയപ്പെട്ട ക്രിസ്ത്യാനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.